ബന്ധങ്ങളിൽ പ്രശ്നമായേക്കാവുന്ന 4 കമ്മ്യൂണിക്കേഷൻ രീതികൾ. ഉറപ്പായും ഈ 4 കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഡോക്ടർ ജോൺ ഗോട്ട്മന്റെ 4 ഹോഴ്സ്മെൻ തിയറി പ്രകാരമാണ് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്. ആരാണ് എപ്പോഴും കുറ്റം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമുള്ള ഒരു ബന്ധത്തിൽ നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അതൊരു ബ്രേക്ക് ഡൗണിലേക്ക് എത്താം. കാരണം മറ്റേ വ്യക്തിയുടെ കോൺഫിഡൻസിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കുമല്ലോ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടംപ്റ്റ് ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, വർത്ത്ലെസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സർക്കാസം അല്ലെങ്കിൽ മോക്കിംഗ് അങ്ങനെയുള്ള പല പ്രവണതകളും കാഴ്ചവെക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫെൻസീവ്നെസ് ആണ്. എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം പറയുകയോ എന്തെങ്കിലും ഒരു ചേഞ്ച് ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക. ഞാൻ എന്താണോ അതാണ് ഞാൻ മാറാൻ ഒരുക്കമല്ല എന്നുള്ള രീതിയിൽ. നാലാമത്തേത് സ്റ്റോൺ വാളിംഗ് ആണ്. ഇതിപ്പോ നമ്മൾ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഹാർഡ് കോൺവെർസേഷനിലേക്കൊക്കെ എത്തിയാലും കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയി പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരക്ഷരം പോലും ഇങ്ങോട്ട് നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരമേ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതും വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അതാണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്. ഈ 4 രീതികളും ഈ 4 കമ്മ്യൂണിക്കേഷൻ പാറ്റേണും അത്ര നന്നല്ല. ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കണം അല്ലെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ 4 പ്രവണതകൾ ഒഴിവാക്കിയേ മതിയാവൂ.